ഹായ് ഹലോ. മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ? അങ്ങനെ മക്കളെയും കൊണ്ട് പുറത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയ ബാലചന്ദ്രൻ തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് കാറിൽ നിന്ന് തന്നെ മക്കൾക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അമ്മയെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അവൾ എന്തായാലും എന്നോടുള്ള വൈരാഗ്യം കൂടി നിങ്ങളോടാണ് തീർക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്തായാലും കൂടുതൽ പ്രതികരിക്കാനോ ഒന്നിനും നിൽക്കണ്ട. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ജോലി ചെയ്യുക, പഠിച്ചാൽ മാത്രം മതി. ഞങ്ങൾ തമ്മിലുള്ള വഴക്കിനിടയിൽ നിങ്ങൾ ഇടപെടാൻ നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശം കൊടുക്കുന്നുണ്ട് കേട്ടോ. അലീന ചേച്ചി നിങ്ങളോട് എന്താണോ പറഞ്ഞത് അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ വീട്ടിലെ ജോലി നിങ്ങൾക്ക് അത്ര ജോലി ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ റൂമിലേക്ക് വാ, ഞാൻ അവിടെ അലങ്കോലമാക്കി ഇട്ട് തന്നേക്കാം. അവിടെ വന്ന് എന്ത് വേണമെങ്കിലും പണി നിങ്ങൾ എടുത്തോളൂ എന്ന് തമാശയ്ക്ക് ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ബബിയോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, അമ്മയുടെ അഭിപ്രായങ്ങളോട് നിനക്ക് തീരെ യോജിച്ച് പോകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. ബാലൻ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴേ ബബി പറയുന്നുണ്ട്, ഇല്ല അച്ഛ, ഇനി ഞാൻ ഒന്നും പറയുന്നില്ല എന്ന്. നീ ഒന്നും പ്രതികരിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നോക്കിയും കണ്ടൊക്കെ കൂടുതൽ വഴക്കിലേക്ക് ഒന്നും പോവണ്ട. ഒന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഞങ്ങൾ തമ്മിലുള്ള വഴക്കിൽ നിങ്ങൾ ഇടപെടാതിരിക്കുക. ഇത്ര മാത്രം പറഞ്ഞ് അവർ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ നേരെ വീടിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. എന്തായാലും അവിടെ വൈജമ്മ എല്ലാവരും കാത്തിരിക്കുകയാണ്. പല ചോദ്യങ്ങളും ചോദിക്കാനുണ്ടായിരിക്കും. രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ബിരിയാണി കഴിച്ചോ, നിനക്ക് ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല അമ്മ, ഞാൻ മന്തിയ കഴിച്ചതെന്ന് പറയുന്നുണ്ട്. ബബിയോട് ചോദിക്കുമ്പോൾ ബബി തർക്കുത്തരം പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് വൈജയ്ക്ക്. നീ എന്താ എന്നെ കളിയാക്കാൻ നിൽക്കുകയാണോ? എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതല്ലേ, പക്ഷേ സ്വയം തോൽക്കുന്നു എന്ന് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ വീട്ടിലെ ഈ അടുക്കളയിൽ ഉണ്ടാക്കിയ ആഹാരം കഴിച്ച് തന്നെയാണ് നിങ്ങളൊക്കെ വളർന്നതെന്ന് വൈജ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് കൃഷ്ണമോൾ പറയുന്നുണ്ട്, അല്ലാന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ എന്ന്. അത് കേട്ടപ്പോൾ വൈജ പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഞാൻ പറയുന്നത് കേൾക്കണം. അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞത് കേട്ട് മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ, എന്നാലേ ഈ വീട്ടിൽ ഇനി ആഹാരം ഉണ്ടാക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ബബിക്ക് ഇറിറ്റേഷൻ ആവുന്നുണ്ട്. ബബി ചോദിക്കുന്നുണ്ട് അച്ഛനോട്, അച്ഛനൊന്നും പറയാനില്ലേ? അച്ഛനല്ലേ ഈ വീട്ടിലെ കുടുംബനാഥൻ എന്ന്. ആരോട് പറയാനാണ്? അമ്മയോട്. എൻ്റെ അമ്മ മരിച്ചുപോയി. പിന്നെ എൻ്റെ ഭാര്യ ഇവിടുന്ന് പടി ഇറങ്ങി പോയതാണ്. പിന്നെ ഇതുവരെ ഇങ്ങോട്ട് കയറിയിട്ടില്ല, തിരിച്ചു കയറിയിട്ടില്ല. ഈ വീട്ടിലേക്ക് കയറിയിട്ടുണ്ടായിരിക്കും, പക്ഷെ എൻ്റെ മനസ്സിലേക്ക് കയറിയിട്ടില്ല. വീട്ടിലേക്കല്ലേ കയറാൻ പറ്റുള്ളൂ. മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടാൽ ഞാനും കൂടി തീരുമാനിക്കണമല്ലോ തിരിച്ചു കയറ്റണോ വേണ്ടേ എന്നുള്ളത്. അത് കേട്ട ഉടനെ വൈജി ചോദിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ ആരാന്ന്? നീ പ്രേതം, എവിടെ നിന്നോ അലഞ്ഞു തിരിഞ്ഞു വന്ന് ഗതി കിട്ടാതെ ഞാനില്ലാത്ത സമയത്ത് ഇങ്ങോട്ട് കയറി വന്ന പ്രേതമാണ് നീ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ കയറി പോകുന്നുണ്ട് കേട്ടോ. അത് കേട്ടപ്പോൾ വൈജയ്ക്ക് ഭയങ്കര വിഷമായി. കാരണം അതൊരിക്കലും വൈജ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഡയലോഗ് ബാലചന്ദ്രന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുമെന്ന്. ബാലചന്ദ്രൻ കയറി പോയ ഉടനെ തന്നെ അതിന്റെ പിന്നാലെ രോഹിത്തും അതുപോലെ തന്നെ കൃഷ്ണമോളും ബബിയൊക്കെ അവരുടെ റൂമിലേക്ക് കയറിപ്പോയി. എന്തായാലും നമ്മളെ വൈജ ഇത് കേട്ട് ഭയങ്കര ഷോക്കായിട്ട് നിൽക്കാണ് കേട്ടോ. എന്തായാലും കുളത്തുപുഴയിൽ നമ്മളെ വലിയപ്പച്ചനും അതുപോലെ തന്നെ സ്റ്റാൻലി ജോസഫും കുടിച്ച് തിമിർക്കുന്നുണ്ട്. വലിയപ്പച്ചൻ അങ്ങനെ കുടിക്കുന്നൊന്നുമില്ല. എന്തായാലും സ്റ്റാൻലി ജോസഫ് നന്നായിട്ട് കുടിച്ച് ഫിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി മതി ലാലിച്ചാന്ന് പറയുന്നുണ്ട്. പക്ഷേ ലാലിച്ചൻ സമ്മതിക്കുന്നില്ല. വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഗ്രില്ലഡ് ചിക്കനൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുടിക്കുന്നുണ്ട്. പിന്നെ ഓരോന്ന് വിളിച്ച് പറയുന്നുണ്ട്. എന്തായാലും സമനില തെറ്റിയിട്ടുണ്ട് നമ്മളെ സ്റ്റാൻലി ജോസഫിന്റെ. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അലീനയെ കുറിച്ച് പറയുന്നുണ്ട്, അവൾ 23 വർഷം അനാദിയായിട്ട് ജീവിച്ചവളാണ്. ഇനി അവൾക്ക് ഒരു സങ്കടങ്ങളും ഉണ്ടാവാൻ പാടില്ല. അവളൊരു കോടീശ്വരനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കണം. അങ്ങനെ ഒരു ദിവസം വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നമ്മളെ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അതൊക്കെ വേണം, പക്ഷെ നീ വെളിവില്ലാതെ ഓരോന്ന് പറയില്ല. നാളെയും ഇത് തന്നെ നീ പറയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അവളെയും കൊണ്ട് ഈ ലോകം ചുറ്റണം എന്നും പറയുന്നുണ്ട്. ഓ, അതൊക്കെ നല്ല കാര്യം തന്നെ, നിങ്ങളുടെ കൂടെ ഞാനും വരട്ടെ എന്ന് നമ്മളെ വല്യപ്പച്ചൻ ചോദിക്കുന്നുണ്ട്. വേണ്ട, നിങ്ങൾ വരണ്ട, ഞങ്ങൾ അപ്പനും മോളും മാത്രം മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. വീണ്ടും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വീണ്ടും കുടിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മളെ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, നീ വെളിവില്ലാതെയാണ് ഓരോന്ന് പറയുന്നത്. മതി ലാലിച്ച, ഇപ്പൊ തന്നെ നീ കുറച്ച് ഓവറാണ്, ഇനി മതി കുടിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. വല്യപ്പച്ചൻ എന്തേ ഒരൊറ്റ പെഗ്ഗിൽ നിർത്തിയതെന്ന് ചോദിക്കുന്നുണ്ട്. ചിന്നമ്മയെ പേടിച്ചിട്ടല്ലേ? അയ്യോ, ഞാൻ ചിന്നമ്മയെ പേടിച്ചിട്ടൊന്നുമല്ല, ഒറിജിനൽ ചിന്നമ്മയെ പോലും ഞാൻ പേടിച്ചിട്ടില്ല. എന്നിട്ടാണോ ഈ ഫോട്ടോ കോപ്പി ചിന്നമ്മയെന്ന് വല്യപ്പച്ചൻ പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ടപ്പോൾ നമ്മളെ സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, ഇത് ഫോട്ടോ കോപ്പി ഒന്നുമല്ല, ഇത് ഒറിജിനൽ ചിന്നമ്മ തന്നെയാണ്. ഈ വല്യപ്പച്ചനും ഈ സ്റ്റാൻലി ജോസഫും ആലീനയും കൂടി ചേർന്ന ഒരു ഒറിജിനൽ ചിന്നമ്മ തന്നെയാണ് അതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവളുടെ പേര് ഞാൻ മാറ്റിയിട്ടുണ്ട്, അലീന എന്നല്ല,
പ്രിൻസസ് എന്നാണ് അവളുടെ പേര്. പ്രിൻസസ് ഓഫ് കുളത്തൂപ്പുഴ എന്നാണ് ഞാൻ അവൾക്ക് പുതുതായി ഇട്ടിരിക്കുന്ന പേര് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നിലവിളിക്കുകയാണ് നമ്മളെ സ്റ്റാൻലി ജോസഫ് ചെയ്യുന്നത്. കാരണം കുടിച്ച് ഒട്ടും തന്നെ അയാൾക്ക് വെളിവില്ല. അയാൾ നടക്കുമ്പോൾ അടി തെറ്റുന്നുണ്ട്, വീഴാൻ പോകുന്നുണ്ട്, നമ്മളെ ലാലിച്ചം പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ ആരും പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ തനിയെ നടന്നോളാം. ഇത്രയും കാലം ഈ വീട്ടിൽ, ഈ ലോകത്തിന്റെ ഏതോ ഒരു കോണിലുള്ള ഈ ബംഗ്ലാവിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെയല്ലേ കഴിഞ്ഞത്, അതുകൊണ്ട് എന്നെ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞ് എനിക്കിപ്പോൾ ഒരു രാജകുമാരിയെ കിട്ടിയിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവളെ ഞാൻ വലിയ നിലയിൽ എത്തിക്കും, അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, സ്റ്റാൻലിനോട് പറയുന്നുണ്ട്, നിനക്ക് അവൾ മാത്രമല്ല മോള് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിന് അവളെപ്പോലാണോ മറ്റുള്ളവർ? അവൾ ജീവിച്ചത് എങ്ങനെയാന്ന് അപ്പച്ചന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. 23 വർഷം അവൾ എത്ര കഷ്ടപ്പെട്ട് എത്ര വിഷമത്തിലൂടെയാണ് കഴിഞ്ഞു പോയത്. 23 വർഷം അവൾ ജീവിച്ചത് എവിടെയാണെന്നും അപ്പച്ചൻ അറിയില്ലേ. അപ്പോൾ ഇനി അങ്ങനെ ഒരു ജീവിതം അവൾക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇനി അവൾ സന്തോഷവതിയായിട്ട് ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞ് പ്രിൻസസ് ഓഫ് കുളത്തുപുഴ എന്നൊക്കെ പറഞ്ഞ് വീഴാനൊക്കെ പോയിട്ടാണ് കേട്ടോ റൂമിലേക്ക് നമ്മളെ സ്റ്റാൻലി ജോസഫ് കടന്നു പോകുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മളെ വല്യപ്പച്ചൻ നമ്മളെ അലീനയുടെ റൂമിൽ പോയിട്ട് കതക് മുട്ടുന്നുണ്ട്. മോളെ നീ ഉറങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ അലീനയുടെ മുഖം ആകെ വാടിയിട്ടുണ്ട്. എന്തായാലും പുറത്ത് നടക്കുന്ന ഈ ഒച്ചയും ബഹളമൊക്കെ അവൾ ഉള്ളിലേക്ക് കേൾക്കുന്നുണ്ട്. അത് മനസ്സിലായി. എന്നിട്ട് നമ്മളെ വല്യപ്പച്ചനോട് ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞോ അപ്പന്റെയും മകന്റെയും കള്ളുകുടിയൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, ഞാൻ ഒരു ഗ്ലാസ്സേ കുടിച്ചിട്ടുള്ളൂ, ലാലിച്ചനാണ് ഒരുപാട് കുടിച്ചത്. അപ്പോൾ പറഞ്ഞുകൂടായിരുന്നോ വെറുതെ എന്തിനാ കരൾ കത്തിക്കണമെന്ന്? ഞാൻ പറഞ്ഞതാ ലാലിച്ച മതി, ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ കേട്ടില്ല. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ, കൈ പിടിച്ചു വെക്കാൻ പറ്റത്തില്ലല്ലോ എന്ന്. പിന്നെ നമ്മൾ അതിനെ ഒരുപാട് ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. പ്രായം ചെല്ലും തോറും കുടിയുടെ അളവ് കൂട്ടാണോ കുറയ്ക്കാണോ വേണ്ടത്? കുറയ്ക്കല്ലേ വേണ്ടത്. എന്നിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഞാൻ കുറയ്ക്കുക തന്നെയാണ് മോളെ ചെയ്യുന്നതെന്ന്. പക്ഷേ അപ്പൻ കുറയ്ക്കുകയല്ലല്ലോ ചെയ്യുന്നത്, കൂട്ടുകയല്ലേ ചെയ്യുന്നത്. ആരോഗ്യത്തിന് ഹാനികരമല്ല അത്. പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. മോളെ, അവൻ കുടിക്കുന്ന സാധനത്തിൽ അത്രയൊന്നും വിഷമൊന്നുമില്ല. അവൻ നല്ല ഒറിജിനൽ സാധനം തന്നെയാണ് കുടിക്കുന്നതെന്ന്. അത് കേട്ടപ്പോൾ അലീന പറയുന്നുണ്ട്, എന്തായാലും മദ്യം തന്നെയല്ല, അതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടില്ല ആൽക്കഹോൾ എന്ന്. എന്തായാലും അത് അത്ര നല്ലതല്ലാന്നും അതിൽ എഴുതി വെച്ചിട്ടില്ലെന്ന്. ഇല്ല മോളെ, എഴുതി വെച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ചെക്കപ്പ് ഒക്കെ നടത്തുന്നതാണ്, അവൻ ഒരു പ്രശ്നമില്ലാന്ന്. അത് വിചാരിച്ചിട്ട് എന്നും ഒരാളുടെ ശരീരം ഒരുപോലെയാണോ ഇരിക്കുന്നത്? ഇനി ഒരിക്കലും അസുഖം വരില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഡോക്ടർമാർ പറഞ്ഞോ? എത്ര വേണമെങ്കിലും കള്ളു കുടിച്ചോന്ന് പറഞ്ഞോ? ഇല്ല മോളെ, അതൊന്നും എവിടെയും പറയത്തില്ല എന്ന്. അത് തന്നെയാണ് ഞാനും പറയുന്നത്. വെറുതെ എന്തിനാ കരൾ കത്തിക്കണത്? എനിക്കിപ്പോൾ ഇങ്ങോട്ട് വരണ്ടില്ലായിരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ ഇതൊക്കെ കാണേണ്ടി വന്നതെന്ന് നമ്മൾ അലീന പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനയെ വല്യപ്പച്ചൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. നമ്മളെ സ്റ്റാൻലി ജോസഫ് കുടിച്ചിട്ട് ബോധമില്ലാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് നമ്മൾ അലീനയെ കുറിച്ച്, അവൾ നല്ല സൗന്ദര്യമുള്ള, കാര്യവിവരമുള്ള, അച്ചടക്കമുള്ള കുട്ടിയല്ലേ അപ്പച്ചാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെന്തായാലും സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അന്നേരം അപ്പച്ചൻ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ് നീ പറയുന്നത്, അവൾ നല്ലൊരു കുട്ടി തന്നെയാണെന്ന്. എന്തായാലും നമ്മളെ അലീനയുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ റിവ്യൂസിനായിട്ട് എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.